മാനവരാശി അനുഗ്രഹം ലഭിപ്പാൻ നാം 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1. യേശുനാമം വിളിച്ചപേക്ഷിക്കുക. യേശുനാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ് എന്നാണ് തിരുവചനം പറയുന്നത്. യേശുനാമം വിളിക്കുന്നത് മൂലം മനസ്സ് ശാന്തമാവുകയും എന്തെന്നില്ലാത്ത ഒരു ഉണർവ് നമുക്ക് ലഭിക്കുകയും യേശു നമ്മുടെ അരികിലുണ്ട് എന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുക. 2. വചനം പറയുക. ഉത്കണ്ഠ, നിരാശ ഉള്ളപ്പോൾ ധാരാളം ധൈര്യം തരുന്ന വചനങ്ങൾ നോക്കി എടുത്ത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. വചനം ഇരുതല വാൾ ആണ്. വചനം കെട്ടുകൾ നമ്മുടെ പ്രതിസന്ധി എന്തു തന്നെയായാലും തകർത്ത് വിജയം നൽകുന്നു. 3. യേശുവിൻ്റെ രക്തവും കണ്ണീരും തിരുവെള്ളവും കർത്താവിനോട് യാചിക്കാം. ഏത് സങ്കീർണമായ പ്രശ്നവും പരിഹരിക്കും. ആത്മവിശ്വാസത്തോടെ പ്രത്യാശയോടെ ചോദിക്കുക. രോഗികളിലേക്ക് പ്രത്യേകം യേശുവിൻ്റെ രക്തവും വെള്ളവും കണ്ണീരും ഒഴുക്കുവാൻ പറയുക. വിശ്വസ്തയോടെയുള്ള പ്രാർത്ഥന രോഗി സുഖം പ്രാപിക്കും. ഒന്ന് പറഞ്ഞാൽ ഈ 3 കാര്യത്തിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെ: മാനവകുലത്തിൻ്റെ രക്ഷ. യേശുനാമം, യേശുവിൻ്റെ രക്തം, യേശു വചനം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ കർത്താവിനോട് വിശ്വാസത്തോടെ യാചിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ഇരുളടഞ്ഞ ലോകത്തിന് വെളിച്ചം പകരാൻ നമുക്ക് ആത്മവിശ്വാസത്തോടെ യേശുനാമവും യേശു രക്തവും വചനവും യാചനയോടെ ചോദിക്കാം. ആമേൻ.